ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു വീഡിയോയല്ല, നമ്മൾ ഇന്ന് ബസ് സിമുലേറ്ററിൻ്റെ ഒരു ആപ്പ് കയറ്റാൻ പോവുകയാണ്. എല്ലാവർക്കും സംശയമുണ്ട് ഈ ബസ് സിമുലേറ്ററിൻ്റെ ആപ്പ് എങ്ങനെയാണ് കളിക്കാമെന്ന്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അതുകൊണ്ട് എനിക്ക് കിട്ടി. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇത് അതിൻ്റെ ഫസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടാവും, ഇത് കിട്ടൂല, ഉറപ്പായിക്കാരം ഇത് ഉറപ്പായിട്ടും കിട്ടൂല എന്ന്. ഇത് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് റോയ്സ് റോയ്സാണ്. റോയ്സ് റോയ്സ് നെക്കി. ഞാൻ റോയ്സ് റോയ്സ് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കണേ. ഇനി നമ്മൾ ബസ് സിമുലേറ്റർ ആപ്പ് എടുക്കാം. നമുക്ക് ബസ് സിമുലേറ്റർ എടുത്തേക്കാം. ബസ് സിമുലേറ്ററിൽ ഇനി നമ്മൾ കയറിയിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ കുറേ മോഡ്സുകൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പല ബസ്സും കിട്ടും. പിന്നെ ഞാൻ ബസ് സിമുലേറ്റർ ആദ്യം കയറ്റി കുറേ കളിച്ചത് കൊണ്ട് എനിക്ക് കുറേ അധികം കളിച്ചാനൊക്കെ അറിയില്ല. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ ഗ്യാരേജ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തില്ല ഈ പെയിൻറ്റിങ്ങിൻ്റെ മാതിരിക്കത്തെ അതല്ലാത്ത അതുകൊണ്ടും നമ്മൾ ഇതിടുക. നമുക്കിപ്പോൾ നമ്മൾ ഗ്യാരേജ് അല്ല, ഗ്യാരേജ് പിന്നെയാണ് ആവശ്യം. ഗ്യാരേജ് ലാസ്റ്റ്. ഗൈസ്, ഒരു ചെറിയ പണി പറ്റിപ്പോയി. അറിയാതെ എൻ്റെ കൈ തട്ടിയാണ്ട് ഓഫായിപ്പോയി ഗൈസ്. എല്ലാം ഗ്യാരേജ് അല്ല, ഷോപ്പിൽ കയറിക്കാണ്ടാണെന്ന് തോന്നുന്നു. ഷോപ്പിൽ കയറിക്കാണ്ടാണ്. എന്നിട്ട് അതിൻ്റെ റോയ്സിൻ്റെ ചിത്രം വരണമില്ല, എന്നാലേ റെഡി ആവത്തുള്ളൂ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പെട്ടെന്ന് എടുത്ത പരിധി പോലെ തോന്നിയതുകൊണ്ടാണ് എനിക്ക് വാങ്ങി കിട്ടാത്തത്. നമുക്ക് ഇതെടുക്കാം. ഇതെടുത്തിട്ട് കണ്ടോ, ഷോപ്പ് എന്നുള്ള ഇതിമ നിൽക്കാം. ഷോപ്പല്ല, മോഡ് കിട്ടും. മോഡ് എന്ന് പറഞ്ഞാൽ ഷോപ്പല്ല, ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങാനേ പറ്റത്തുള്ളൂ. ഈ കാറ് ഇങ്ങനത്തെ ബസ്സുകളെ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് തെറ്റാക്കാം. ഗൈസ്, വീണ്ടും പുറത്ത് പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ മൊബൈലിന് ചെറിയൊരു ഹാങ് ഉണ്ടായതുകൊണ്ടാണ് ഗൈസ് വീണ്ടും പുറത്ത് പോണത്. അപ്പോൾ നമുക്ക് സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. റോയ്സ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും 2018 മോഡൽ റോയ്സ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത എന്താ വെച്ചാൽ ഇത് നോക്കാം. എന്നിട്ട് ഇത് കണ്ടു ഈ മോഡ് എന്നുള്ള സംഭവം അത് നോക്കാം. ഇപ്പോൾ ഞാൻ ടാറ്റൻ്റെ ലോറി ആദ്യമേ ബുക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. കണ്ടോ, റോയ്സ് അത് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ഗാലറി. ഇതിൽ കുറേ ഫോട്ടോകൾ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് വേണ്ട. റോയ്സസ് എടുക്കാം. റോയ്സിൻ്റെ ഫോട്ടോ ഇവിടെ വരുത്താം. എന്നിട്ട് നമ്മൾ ഈ തെറ്റുമ്പോൾ നോക്കാം. ഇതിമ നോക്കാം. നോക്കിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഗാലറി എടുക്കാം. ഇതെടുക്കാം. ഗ്യാരേജ് എടുക്കാം. എന്നിട്ട് ഗ്യാരേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിമ നിൽക്കുക. ഈ ബസ്സൊക്കെ ഒന്ന് മാറ്റി നോക്കാം. അതിൽ ഫസ്റ്റ് വരാൻ പോണത് ഇതേക്കാരം, ടാറ്റൻ്റെ ലോറി ആയിക്കാരം. ടാറ്റൻ്റെ ലോറി ഞാൻ ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ച ഇതൊക്കെയാണ് ഇപ്പോഴും ഇതിലുണ്ടായതുകൊണ്ടാണ്. ഇത് ടാറ്റൻ്റെ ലോറിയിൽ നിന്ന് ഇനി നേരെ ഏതാണെന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, ഞാൻ ആദ്യം ബുക്ക് ചെയ്ത KSRTC ആണ് ഗൈസ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. KSRTC ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ചിലപ്പോൾ അതിൻ്റെ ദൈവ സെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് കുറേ കഴിഞ്ഞിട്ടേക്കാരാവുക. അത് ചെറിയൊരു പണിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതിമ നിൽക്കാം. വീണ്ടും 2 കറക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും റെഡിയാവും. അടുത്തത് ടയോട്ടൻ്റെ വണ്ടിയാണ്, ഇന്നോവ, അതാണുള്ളത്. പിന്നെ അടുത്തത് അവിടെ സ്വന്തം ഇതാണ്, മസ്താങ്ക്, അതാണ്.
പിന്നെ അടുത്തത് ഏതാണെന്ന് നോക്കാം. കുറേ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുള്ളൂ. ഇത് 2024 മസ്താങ്കാണ്. അപ്പോൾ നമുക്ക് കുറേ തപ്പിക്കഴിഞ്ഞിട്ട് അവസാനമേ റെഡി ആവത്തുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇത് ട്രാവലറാണ്, ട്രാവലർ. അപ്പോൾ ട്രാവലറും എല്ലാതും കിട്ടും. അപ്പോൾ നിങ്ങളിത് കയറ്റുക. ഈ ട്രാവലർ ആദ്യമേ ഇതിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കണ്ടോ, ടൂറിസ്റ്റ് ബസ് ഇത് ഞാൻ ആദ്യം കയറ്റിയ ടൂറിസ്റ്റ് ബസ്സാണ്. കണ്ടില്ലേ, നിങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ടൂറിസ്റ്റ് ബസ് എങ്ങനെ ഉണ്ടാവും? നല്ല അടിപൊളി ടൂറിസ്റ്റ് ബസ്സാണ്. ഞാൻ ഇത് എങ്ങനെയോ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലൊന്ന് പെട്ടതാണ്. ഞാൻ ആദ്യം കയറ്റി വെച്ചിരുന്നു, പക്ഷേ അന്ന് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇപ്പോഴാണ് എടുത്തത്. ഇപ്പോൾ കിട്ടിയപ്പോൾ എടുക്കുകയാണ് ഗൈസ്. കാരണം ഞാൻ ഏതൊരു ബസ് തപ്പിക്കാണ്ട് ഏതൊരു ബസ്സിന് നെക്കിയപ്പോഴാണ് ഇത് വന്നത് ഗൈസ്. ഇത് സാധാ വണ്ടിയിലോട്ട് തന്നെ എത്തി. അവസാനം നമുക്കിപ്പോൾ ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഞാൻ അയിമ കൊടുത്തു ഗൈസ്, വീണ്ടും അയിമ തന്നെ കൊടുത്ത്. നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാം ഗൈസ്. വേറെ ഇപ്പോൾ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലെഫ്റ്റ് എടുത്തത്. കാരണം റോയ്സ് ഏറ്റവും അവസാനം എടുക്കാം. ഇപ്പം എനിക്ക് റോയ്സ് എടുക്കാൻ എടുത്തില്ല. പിന്നെ നെറ്റ് നല്ലോണം വേണം കേട്ടോ. ഇത് കയറ്റാനായിട്ട് നെറ്റ് നല്ല ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നേ വേറൊരു ആപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആ ആപ്പിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യമല്ല നോക്കേണ്ടത്, നമ്മൾ ഓഡിയെല്ലാം എടുക്കാൻ പോകും. ഓഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. 2020 മോഡലാണ്. ബസ് സിമുലേറ്ററിൽ ഫയൽസിലുണ്ടാവും. ഇത് ഫയൽസ് മോഡായി കണ്ടിറക്കണോണ്ട് ഫയൽസിൽ കാണാൻ പറ്റും. കുറേ ഇതുണ്ട് ഇതിൽ. ഇതൊക്കെ വരാൻ കണ്ടില്ലേ. നമ്മളിപ്പോൾ ഒരു ബൈക്ക് എടുക്കാൻ കരുതുന്നുണ്ട്. ബൈക്ക് എടുത്തേക്കാം. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തതാ. ഇൻസ്റ്റാളിൻ്റെ ഇതിമേ കൊടുക്കേണ്ട മുന്നേ ആദ്യമൊരു ഇത് വരുന്നുണ്ട്, ഇത് നോട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിമേ നോക്കിയത്. അപ്പോൾ അത് ഇനിയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് എടുക്കൽ ഭയങ്കര ഗതികേടാണ്. അപ്പോൾ നമ്മൾ മറ്റേ ആപ്പ് കയറ്റാം. ഈ ആപ്പ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഡിലീറ്റ് ആക്കി വെച്ചേക്കാം. ഈ ആപ്പ് അതിൽ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് ഇത് വേറൊരു ആപ്പ് ഉണ്ട്, അത് കയറ്റാം. എവിടെ ആപ്പ് കേസ്? ഈ ആപ്പാണ് ഞാൻ പറഞ്ഞ ആപ്പ്. പക്ഷേ ഈ ആപ്പ് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേസ്. ഈ ആപ്പിൽ അധികം ഇതില്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇതില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാ ആപ്പും നോക്കുന്നുണ്ട് കേസ്. കാരണം എന്താ വെച്ചാൽ ബസ് സിമുലേറ്ററിനെ സൂചിച്ചിട്ടുള്ളൊരു നല്ല ആപ്പാണ് ഞാൻ നോക്കുന്നത്. ഇതൊന്നും കുഴപ്പമില്ലാത്തൊരു ആപ്പാണ്, എന്നാലും പ്രശ്നമില്ല. നല്ലൊരു ആപ്പാണ് ഗൈസ്. ഇതൊക്കെ നല്ലൊരു ആപ്പാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ കിട്ടുള്ളൂ. ചിലപ്പോൾ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. എനിക്ക് കിട്ടിയ അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നും വരും. ഇത് എടുക്കൽ ഞാൻ വേഗം പഠിപ്പിച്ചു തരാം. അതിൻ്റെ മുന്നായിട്ട് ഈ ആപ്പ് റിയലാണ്. ഇത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ബസ്സൊക്കെ കിട്ടും. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഫെയിൽഡാവും, ചിലത് ഫെയിൽഡാവും, ചിലത് നന്നാവില്ല. അങ്ങനത്തെ പോലെയാണ്. നമുക്ക് നോക്കി നോക്കാം. അത് കയറുന്നുണ്ടാവും. ഞാൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടാണ് പോന്നേക്കുന്നത്. കേരള ബസ് മോഡ് ലൈബ്രറിയാണ് ഇപ്പോൾ നമ്മൾ കയറ്റിയ ഗെയിം. അപ്പോൾ നമുക്ക് അതിപ്പോൾ കയറും. ഈ ബസ്സിൻ്റെ ചിഹ്നമുള്ളതാണ്. ആ ആപ്പ് നിങ്ങൾ കയറ്റുക. കയറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കയറിയിട്ടുണ്ട്. നമുക്കത് തുറക്കാം, ഓപ്പൺ ആക്കാം ഗൈസ്. ബസ് ലൈബ്രറി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല.
ചിലവർക്ക് ശരിയാവും. ഈ ജയ് ഗുരു നിങ്ങൾക്ക് ഇഷ്ടമല്ല എടുക്കാം, പക്ഷേ ഇതിൽ കുറേ ഇതുകളുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കൊമ്പെടുക്കണം. കൊമ്പൻ്റെ പിക്ചർമ നോക്കി ഇപ്പോൾ ഫസ്റ്റ് ജയ് ഗുരു ആയിരിക്കും മുന്നിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ കണ്ടില്ലേ, ഫസ്റ്റ് ജയ് ഗുരു, പിന്നെ ബാക്കിയുള്ള ബസ്സുകൾ വരത്തുള്ളൂ. നമുക്കിപ്പോൾ ഏത് ബസ് എടുക്കാമെന്ന് നമുക്ക് ജയ് ഗുരു എടുക്കാം ഗൈസ്. ജയ് ഗുരുമ നെക്കിയിട്ടുണ്ട് ഗൈസ്, കയറുമോ എന്തോ എനിക്കറിയത്തില്ല. ജയ് ഗുരുമ ക്ലിക്ക്. ജയ് ഗുരുമ നെക്കിപ്പോൾ വേറെ പോയി നെക്കി ഗൈസ്. എന്തോ ആണ് ഇത്, കൈ തെറ്റിപ്പോയതാണ് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഈ ബസ് ആണെങ്കിൽ ഈ ബസ് കയറ്റണ്ട, പകരം വേറെ ബസ് എടുക്കാം. നെക്സ്റ്റ് പേജ് ഗൈസ്. തൊട്ടപ്പുറത്ത് കൊമ്പുണ്ട് ഗൈസ്. അപ്പം നമ്മൾ കൊമ്പൻ അതാലോകാണെന്ന് തോന്നുന്നു. ഇത് വേറെ ബസ്സാണ് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇതെങ്കിൽ ഇത് കയറ്റി വെക്കാം. ചിലവർക്ക് ഭാഗ്യമുള്ളവർക്ക് കിട്ടുള്ളൂ ഗൈസ്. ഇത് അങ്ങനത്തെ ഒരു ആപ്പാണ് ഗൈസ്. എൻ്റെ ജീവിതം ഓമൽ കന്യയുമായി എവിടെ പോയാലും ആകെ അഭിമാനമായി. ഗൈസ് ഞാൻ ആകെ ചീറ്റി, അതുകൊണ്ട് നമ്മൾ ആ പരിസരം അങ്ങ് വിട്ടേക്കാമെന്ന് കരുതി. ആ പരിസരത്തെ നമുക്ക് നോക്കണ്ട ഗൈസ്. പകരം നമുക്ക് വേറെ കുറേ ആപ്പുകളുണ്ട്, ആ ആപ്പിൽ കൂടി കയറാം. നമുക്ക് ഈ ആപ്പ് തന്നെ യൂസ് ചെയ്യാം ഗൈസ്. ഞാൻ ആപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്നുള്ളൂ, എങ്ങനെയുണ്ട് രസമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ റോയ്സ് അല്ലേ നമുക്ക് ഇതിനെ റോയ്സ് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് റോയ്സ് തന്നെ എടുക്കാം. എന്താ ചെയ്യുക ഇപ്പോൾ നമുക്ക് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അത് ബസ് മോഡ് ലൈബ്രറിയിൽ തപ്പിയാലും കിട്ടും, പക്ഷേ ബസ് മോഡ് ലൈബ്രറിൻ്റെ മുന്നേ നമുക്ക് ഒരു ആപ്പ് കയറ്റാണ്ട്, ആ ആപ്പ് നമുക്ക് കയറ്റാണ്ട മുന്നേ ആയിട്ട് നമുക്ക് ബസ്സൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. കുറേ കാലം ഈ ബസ്സൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്താണ്ട് ടൂറിസ്റ്റ് ബസ് തന്നെ എടുക്കാം ഗൈസ്. കുട്ടികൾക്ക് കഴിയില്ല, അതുകൊണ്ടാണ് സാറെന്ന് പറഞ്ഞത് അതല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഗ്യാരേജ് എടുക്കാം. എന്നിട്ട് ഞാൻ ബുക്ക് ചെയ്ത ബസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നാളെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരേണ്ട ആ ബസ്സുകളൊക്കെ. അതുകൊണ്ട് ഞാൻ അടുത്ത ഇത് ഫസ്റ്റ് തന്നെ അതായിരിക്കും. നമുക്ക് ടാറ്റൻ്റെ ലോറി വേണ്ട ഗൈസ്, നമുക്കിപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ടാറ്റ നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ബസ് വല്ല കൊടുക്കാം ഗൈസ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണോ വന്നില്ല ഗൈസ്. ഗൈസ് ഇത് മതി ഗൈസ്, ഇത് ബുക്ക് ചെയ്യാമല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പ് പോയി നോക്കാം ഗൈസ്, ഒന്ന് കറങ്ങാം ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് കറങ്ങി നോക്കാം സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിലുണ്ടാവും കേട്ടോ ഗൈസ് എങ്ങനെയുണ്ട്. ഗൈസ് വീണ്ടും പോയി ഗൈസ്. സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമല്ല ഗൈസ്, ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. അത് ഇതിൽ ഗെയിം കയറ്റിയെടുത്താൽ ചില ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ ഓലൊക്കെ പറഞ്ഞേ ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞേ ഇങ്ങനെ തന്നെയാണ്. എന്താ വെച്ചാൽ എൻ്റെതൊക്കെ അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെതും പോകുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കുറേ നോക്കുന്നുണ്ട് സ്ട്രേറ്റ്, ഇത് നടക്കാത്ത പോലെയാണ് അടിച്ചോനെ ഗൈസ്. ഇത് നടക്കും, മിക്കവാറും നടക്കും ഗൈസ്. പിന്നെ മിക്കവാറും നമ്മൾ നടത്തിരിക്കും. അപ്പോൾ നമുക്ക് ട്രിപ്പ് അങ്ങ് പോയി വരാം. കുറച്ചൊക്കെ പോയാൽ മതി, നമുക്ക് അധികം അങ്ങോട്ട് പോകണ്ട ഗൈസ്. അപ്പോൾ ഇങ്ങനെ വരും. ഈ ഹോണൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിന് മുന്നേ ഇതൊക്കെ നാട്ടെ.
മിനിറ്റ് ഇതൊന്നാവട്ടെ. ഇനി ഇത് ഫുള്ളാവണം ഗൈസ്. ഫുള്ളാവണ വരെ വെയിറ്റ് ചെയ്യാം. നീര് ഈ ലൈന് ഫുള്ളാവണം ഗൈസ്, എന്നാലേ ഇത് റെഡി ആവത്തുള്ളൂ ഗൈസ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇത് ആവാൻ ഒരു ട്രിക്ക് ഉണ്ട് ഗൈസ്. നമ്മൾ നെറ്റ് ഓഫാക്കി ഇടാം. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ട്രിക്കാണ് ഗൈസ്. അപ്പോൾ ഫാസ്റ്റിലാവും കേട്ടോ. കണ്ടില്ലേ ഗൈസ്, ഇപ്പോഴാണ് ഇങ്ങനെ ഫാസ്റ്റിൽ വരൽ തുടങ്ങിയത്. നെറ്റ് ഓഫാക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ് ഇതിന് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഉൾഭാഗം തന്നെ എടുക്കാം ഫസ്റ്റ് ഗൈസ്. ഇപ്പോൾ വരും ഗൈസ്. 5 minutes വെയിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. നമുക്ക് കാണുന്നുണ്ടാകും ചില ഞാനിപ്പോൾ എന്തിനാണ് കേസ് ഹാൻഡ് ബ്രേക്ക് ഇടാൻ പറഞ്ഞില്ല. കയറി വരാം രാത്രിയാവും കേസ്. അപ്പോൾ നമുക്ക് ഡീജലിട്ടിട്ട് സൗണ്ട് എടുക്കാം. കാരണം ഈ സൗണ്ട് അധികമായിട്ട് കേൾക്കണില്ലാത്തൊരിതുപോലെ കേസ്. അപ്പോൾ നമുക്ക് ഡീജലിട്ടിട്ട് പോവാം കേസ്. അങ്ങനെ ഒരു ഇതുണ്ട് ഗേസ്. അപ്പം നമുക്ക് ഡീജലിട്ടിട്ട് പോവാലോ. അങ്ങനെ ഒരു സംഭവം ഗേസ്. നമുക്ക് ഡീജലിട്ടിട്ട് പോകാൻ പറ്റും. ഇതിൽ രാത്രി അതാണ് ഗേസ്. ഏറ്റവും നല്ല രസം അതാണ് ഗേസ്. കാരണം എന്താ വെച്ചാൽ ഗേസ്, ഇതിൽ രാത്രി ആവുമ്പോൾ അതിനനുസരിച്ച് ഇത് കിട്ടും ഗേസ്. രാത്രി ആകുമ്പോൾ അതിൻ്റെ ആ ലൈറ്റിൻ്റെ പവർ കറക്റ്റ് കിട്ടും. അപ്പോൾ എന്താ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് ചില്ലൊക്കെ താറ്റാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു അവസരമൊക്കെ ഉണ്ട്. രാത്രി ആവാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. രാത്രി ഡീജനേറ്റ് സീനൊക്കെ സോറി വൈ ജസ്റ്റും തെറ്റിപ്പോയി. അത് സംസാരിച്ചിരുന്ന് വൈ തെറ്റിപ്പോയതാണ്. വൈ തെറ്റിയത് പോലും നമ്മൾ അറിഞ്ഞില്ല. പൊയ്ക്കളി നേരത്തെ സംസാരിച്ച് വൈ തെറ്റിപ്പോയത് നമ്മളാരും അറിഞ്ഞില്ല. വൈ ജസ്റ്റും തെറ്റിപ്പോയി. ഇങ്ങനെയാണ് നമുക്ക് വൈ. നമ്മുടെ ഐഫോണിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ വൈ. നമ്മളെ ഈ മാപ്പ് ഇട്ടിരിക്കണ ഐഫോണിലാണ് കേസ്. ആ മൊബൈലിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇതുണ്ടാവുക, എങ്ങനെയാണ് ഗെയിം കിട്ടുക എന്നുള്ള കാര്യം. ആ മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ കിട്ടും പോകുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇത് വരുന്നുണ്ട്. ഞങ്ങൾക്ക് രാത്രി ആവാനുള്ള ഭാഗ്യമില്ല. രാത്രി ആയാലും നിങ്ങൾക്ക് ഇതിനുള്ള ദിവസമാണെന്ന്, നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യമില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. ശാരികയ്ക്ക് എന്തോ ഒറ്റക്ക് ഉണ്ടാക്കണം. നമുക്ക് അടിഭാഗത്ത് കൂടി അല്ലാത്ത മേൽഭാഗത്ത് കൂടി എല്ലാവരും ഞാൻ ചെറിയൊരു മുട്ടൽ മുട്ടിക്കണു.
വെടിയിൽ ഇപ്പോൾ എത്ര ഡാമേജ്? 99 ഡാമേജ് ഉള്ള സ്പീഡിൻ്റെ അവിടേക്ക് ജസ്റ്റ് നോക്കുക. 99 ഡാമേജ് ഉള്ളു നമ്മളത്. നമ്മളെ ഇത് കുറയുന്നുണ്ട് ഗൈസ്. ഇത് എന്തിനും ഇത് VP-യോ അങ്ങനെന്തോ നമ്മുടെ വണ്ടിക്ക് ഏതോ അടുത്ത് ഇടിച്ചിട്ടുണ്ടാവില്ല ഗൈസ്. നമ്മുടെ വണ്ടി ദിവസമാക്കിയിട്ടില്ല അല്ല വേണ്ട. ഇറക്കത്തു നിന്നാകുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ പേടി വേണ്ട. അപ്പോൾ നമുക്ക് ഇപ്പം എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് ഒക്കെ തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇടിയൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ഇടിയും. അയ്യോ ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക് ആയി ഗൈസ്. അതെ കൈ തട്ടിപ്പോയതാണ്. അങ്ങനത്തെ ഓട്ടോമാറ്റിക്കാണ് ഗൈസ്. അവിടെ പെട്രോളൊക്കെ ഉണ്ട് ഗൈസ്, നോ പ്രോബ്ലം. ആരുടെയും ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് നമ്മളെ പറപ്പിക്കലാണ്. നമ്മൾക്ക് എല്ലാവരും പിടിച്ചിരുന്നോളി ഇന്ന് പറപ്പിച്ചു വിടും നമ്മളെ വണ്ടി ഗൈസ്. നമ്മൾ KSRTC ആയിട്ട് എടുത്തത് ഇന്ന് പ്രാവശ്യം. ഞാനിങ്ങനെ സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. വണ്ടി നമ്മളധികം സ്പീഡ് എടുക്കില്ല, കാരണം ഇനി അടുത്ത മുട്ടലിനെ വെയിറ്റ് ചെയ്യണ്ട എഴുതിയിട്ട് ഇന്നിങ്ങനെ സ്പീഡ് എടുത്താലോ? നിങ്ങൾ പറയും ഞാൻ സ്പീഡ് എടുത്താലോ? ഈ സ്പീഡ് എടുക്കാനായിട്ട് ആൻസർ ഓട്ടോമാറ്റിക് ആയിപ്പോയി ആൻസർ ഓട്ടോമാറ്റിക്. അതുകൊണ്ട് ഇക്ക് മേടിച്ചണ്ട, ഞാൻ ഇങ്ങനെ വെക്കില്ല. ഓക്കെ ഇത് കൊണ്ടുപോകാൻ നാളാ. ആയിക്കോട്ടെ ഇതാണ് കൊടുക്കുക. കുറേ പച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു വകയ്ക്ക് എങ്ങനെയോ എത്തിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ. അതിന് നമ്മൾ വണ്ടിയിൽ ആൾക്കാരില്ലാത്തുണ്ട്, ബാക്കിയുണ്ട്. നമ്മളെ വണ്ടി പറപ്പിച്ച് ഗൈസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ രാത്രി ആവുന്ന വരെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആകെ പ്രശ്നമാണ് ഇനി വണ്ടി ഓട്ടോമാറ്റിക് ഞാൻ ഇതായി സ്വിച്ച് ചെയ്യാൻ ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആൻസേറ്ററാണ് കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ സീൻ വണ്ടി പോകുന്നുണ്ടോ? ആരുടെ ഹാൻഡ് ബ്രേക്ക് കിട്ടുന്നത്? അതിനുകൊണ്ട് നമുക്കൊരു ബ്രേക്ക് പിടിച്ചാൽ വേസ്. എന്നിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ നിർത്തി ആ സൈഡ് അതൊക്കെ പോയിക്കോളൂ. വേറെ രക്ഷപ്പെട്ടുള്ളൂ കിട്ടുക. അടുത്തന്നെ പറിച്ച് കണ്ട് തൊട്ടപ്പുറത്തുള്ള ഇവിടെ പോയി എടുപ്പിച്ചു. അപ്പോൾ ഗൈസ് ഞാനാണിത് ഗൈസ്. നമുക്കൊരു ഫോട്ടോ എടുക്കാം ഗൈസ്. ഒരു പിക്ക് എടുക്കാം. നമ്മുടെ പിക്കല്ല ഗൈസ്, വണ്ടിയുടെ ഒരു പിക്ക് എടുക്കാം. നമ്മളെയും കൊടുക്കും. അങ്ങനത്തെ രസമാണ്. എഞ്ചിനിലെടുക്കാൻ ലേറ്റ് ഇല്ലാത്തതാണെങ്കിൽ സെറ്റപ്പ്. ഇത് നമുക്ക് ഇതേത് വീട് ഗൈസ്, ഇത് പൊളി ഗൈസ്, KSRTC ഗൈസ്. ഫോട്ടോ എത്തിയിട്ടുണ്ട് ഗൈസ്. കിട്ടുന്നില്ല. ഒരു ഫോട്ടോ 2 ഫോട്ടോ. നമുക്ക് ഫോട്ടോ ഈ സ്ക്രീനിൽ തൊട്ടപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നമുക്ക് വണ്ടി കയറാൻ പോവായി. അപ്പോൾ നമുക്ക് വെള്ളം വണ്ടി പോകാം. സോറി ഗൈസ്, നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിരിക്കുന്നു. സോറി സുഹൃത്തുക്കളെ. അപ്പം മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതുവരെയായിട്ട് ബൈ.